എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ പ്രധാനമായും കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്ത് ഭരിക്കുന്നവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ പല ഭാഗത്ത് നോക്കിയാലും ഒട്ടനവധി വീടുകൾ ലോക്ക് ചെയ്തിരിക്കുന്നതായി കാണാറുണ്ട്. ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് ചെടികളും ആവശ്യമില്ലാത്ത മരങ്ങളും വളർന്ന് പന്തലിച്ച് ഒരു കാടിൻ്റെ പ്രതീതിയാണ്. ഇതിലൂടെ സംഭവിക്കുന്നത് ഇവിടങ്ങളിലെല്ലാം ക്ഷുദ്രജീവികൾക്ക് അനായാസം കഴിയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇത് അടുത്തുള്ള വീട്ടുകാർക്ക് ഭീഷണിയുമാകുന്നു. ഒപ്പം ഈ ക്ഷുദ്രജീവികളെക്കാളും ഉപരി മോഷ്ടാക്കൾക്ക് ഇങ്ങനെയുള്ള വീടുകളിൽ വൈകുന്നേരം പോയി കഴിയാനുള്ള സൗകര്യമുണ്ടാകുന്നു. അനാശ്വാസ പ്രവർത്തനങ്ങൾക്കും അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രമാകുന്നു. കാരണം അടഞ്ഞു കിടക്കുന്ന ഒരു വീടാണ്, അവിടെ ലൈറ്റും ഒന്നും കാണത്തില്ല. അതിൻ്റെ ഓണേഴ്സ് ഇവിടെ കാണില്ല, ഏതെങ്കിലും ദൂരസ്ഥലങ്ങളായിരിക്കും, അല്ലെങ്കിൽ അന്യനാടുകളിലായിരിക്കും. പക്ഷെ ഇതുമൂലം വലിയ ഒരു ദുരന്തങ്ങൾ നാട്ടുകാർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. കാരണം ഈ ഉള്ള ഗുണ്ടാ സംഘങ്ങളും അടിപിടി സംഘങ്ങളും മയക്കുമരുന്ന് രോഗികളെല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ ഇരുന്ന് ഇവർ ഇതിൻ്റെ ഉപയോഗങ്ങൾ നടത്തും. അപ്പോൾ വഴിയെ പോണവരായിട്ട് തല്ലുകൂടും. പുറത്തുള്ള ആൾക്കാർ വന്നു പോയി മൂവ്മെൻറ്റ് ചെയ്ത് അടുത്തുള്ള വീടുകൾക്ക് സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം ഇവർ മൂലം സൃഷ്ടിക്കപ്പെടുന്നു. ഏറ്റവും പ്രധാനം, വലിയ വീടും ഇതൊക്കെ എല്ലാം വെച്ച് അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ നാട് തന്നെയാണ്, അവരുടെ സ്വത്ത് തന്നെയാണ്, ഒക്കെയാണെന്ന്. പക്ഷെ അതിനെ ശരിയായ രീതിയിൽ നോക്കേണ്ടത് ആ ഹൗസ് ഓണറായിരിക്കണം. അത് ആൾ താമസമില്ലെങ്കിൽ അവിടെ വളരെ ബുദ്ധിമുട്ടും ഉണ്ടാകും. അതുകൊണ്ട് അടിയന്തരമായി ഇതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കണം. അത് കോർപ്പറേഷൻ്റെ പരിധികളോ മുനിസിപ്പാലിറ്റി പരിധിയിലോ പഞ്ചായത്ത് പരിധിയിലോ ഏതിലുമായിക്കോട്ടെ, ആ ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ഓണേഴ്സിനെ കണ്ടെത്തി അവരോട് വിവരം പറയുക. ഒരു നിശ്ചിത സമയം അവർക്ക് കൊടുക്കുക. അതിനുള്ളിൽ വെച്ച് അവരുടെ കാമ്പൗണ്ടിൻ്റെ ഇടമെല്ലാം വളരെ വെടിപ്പായിരിക്കണം. വല്ല പാമ്പോ പഴുതാരയോ ഇതൊന്നും കയറിയിരിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. ലൈറ്റ്, രാത്രികാലങ്ങളിൽ ലൈറ്റും ഇടാനുള്ള സംവിധാനം അവരുണ്ടാക്കണം. ഇവരാരെങ്കിലും കെയർടേക്കറൊക്കെ ഏൽപ്പിച്ചിരിക്കാം, പക്ഷേ കെയർടേക്കർ കാര്യമായി ഒന്നും നോക്കാറില്ല. അപ്പോൾ ഈ കെയർടേക്കറിൻ്റെ അനാസ്ഥ കാരണം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ഓണേഴ്സ് അവരുടെ പ്രോപ്പർട്ടിയുടെ മെയിൻ്റനൻസ്, അതിൻ്റെ ചാർജ് ഓണേഴ്സ് തന്നെ വഹിക്കണം. ഇനി ഓണേഴ്സ് തന്നെ ശരിയായ ആളെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഭാരവാഹികൾ, അതായത് കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിലെയും അവരുടെ ഒരു കമ്മിറ്റിയിൽ ഇതിന് വേണ്ട ഒരു തീരുമാനമെടുക്കുക. ഒപ്പം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇതിന് ആവശ്യമാണ്. ഈ വീടുകളും പരിസരങ്ങളും വൃത്തിയാക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്ത് തലങ്ങളിൽ നിന്നുണ്ടാകണം, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ നിന്നുണ്ടാകണം, കോർപ്പറേഷൻ തലങ്ങളിൽ നിന്നുണ്ടാകണം. അപ്പോൾ വീടെപ്പോഴും ശുദ്ധമായിരിക്കും, അവിടെ എപ്പോഴും വെളിച്ചവും കാണും. ഒപ്പം ഈ ഏരിയകളിൽ എപ്പോഴും ഇങ്ങനെയുള്ള വീടുകളിൽ പോലീസിൻ്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ സാമൂഹ്യമായി ഈ കുഴപ്പങ്ങളുണ്ടാകുന്ന ആൾക്കാരെ കണ്ടെത്താനും കണ്ടുപിടിക്കാനും സാധിക്കും. അവരവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. ഇത് വളരെ പ്രധാന കാര്യമാണ്. രണ്ടാമത്, ഈ വീടുകൾ, റോഡ് സൈഡിൽ വീടുകൾ ഇരിക്കുന്നവർ അത് ദയവ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, അവരുടെ മുൻവശം ആ കോമ്പൗണ്ട് ഗേറ്റിൻ്റെ ഭാഗം ഒന്ന് അടിച്ചു വാരണം. അതായത് കോർപ്പറേഷനിൽ ആൾക്കാർ കാണും, പഞ്ചായത്തിലുണ്ടെങ്കിലും അവർ ഇത്ര വിപുലമായ രീതിയിലൊന്നും അവർ ചെയ്യില്ല. അവർക്ക് വല്ല പ്ലാസ്റ്റിക് അതൊക്കെ കളക്ഷൻ ചെയ്യാൻ വേണ്ടി വരുന്നതാണ്, അതിൽ കമ്മിയൊന്നുമില്ല. അപ്പോൾ
ആ വീടിൻ്റെ മുൻവശത്തുള്ള കാമ്പൗണ്ട് വീട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെ ക്ലീൻ ആയിരിക്കണം. ചെടികളോ പടപ്പോ ഒന്നും പാടില്ല. വളരെ പ്രധാനമാണ്. കാരണം ഇതിലൂടെ ശുചിത്വം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ വ്യക്തികളും ഒന്ന് അകമഴിഞ്ഞ് പ്രവർത്തിച്ചാൽ നമ്മുടെ നാടെപ്പോഴും ശുചിത്വമുള്ളതായിരിക്കും. അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ കാണത്തില്ല. അവിടെ കാട് പടരത്തില്ല. ക്ഷുദ്രജീവികൾ ഉണ്ടാകില്ല. ഇതിൻ്റെ എല്ലാം ഒരു പ്രധാന കാരണം ആ വീട്ടിൽ എപ്പോഴും വെളിച്ചം ഉണ്ടായിരിക്കണം. ഒരു വീട്ടിൽ വെളിച്ചമില്ലെങ്കിൽ അത് ഡാർക്കായി കിടന്ന അടുത്തുള്ള വീട്ടുകാർക്ക് അതൊരു ഭീഷണിയാണ്. 100% ഒരു ഭീഷണിയായിട്ട് വരും. അവിടെ വൈകുന്നേരം രാത്രി കാലങ്ങളിൽ നിന്ന് കഞ്ചാവ് മോടിച്ച് അവിടെ കൂട്ടം കൂടി അടുത്ത വീടിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കി അവിടെ മോഷണം നടത്താനും ഇവർ ശ്രമിക്കും. അപ്പോൾ ഒരു കുഴപ്പം നമ്മൾ ക്ഷണിച്ച് വരുത്തുന്നതിന് മുമ്പേ ആ കുഴപ്പം വരുത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അതിന് ഒരു വീട്ടുകാർ മാത്രം വിചാരിച്ചാൽ മതിയാകില്ല. അത് ഇതിനെ നിയന്ത്രിക്കുന്ന ഇപ്പോൾ പഞ്ചായത്ത് തലങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷൻ ഇതിനു വേണ്ടി അവർക്കൊരു പ്രത്യേക ടീമുണ്ട്. ഒരു ഇൻസ്പെക്ഷൻ ടീമൊക്കെ കാണുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ ഏകോപിപ്പിച്ച് ഇങ്ങനെ വീടുകൾ കണ്ടെത്തി അവർക്ക് നോട്ടീസ് കൊടുത്തു അതിൻ്റേതായ ചില നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. അവിടെ ക്ലീൻ ചെയ്തിരിക്കണം. എപ്പോഴും ഒരു സ്ട്രിക്റ്റായിട്ട് മാസത്തിലൊരിക്കൽ അവിടെ വിസിറ്റ് ചെയ്യണം, വീട് വിസിറ്റ് ചെയ്യണം. അവിടെ ന്യൂനതകൾ ഓണറെ അറിയിച്ചിരിക്കണം. ഓണർക്ക് അതുകൊണ്ട് അവർക്ക് പഞ്ചായത്തിൻ്റെയോ സിവിക് സർവീസ് ഉദ്യോഗസ്ഥരുടെ സർവീസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. അതിന് ചാർജ് ചെയ്യാം, എല്ലാത്തിനും ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് തലത്തിലോ ഏതെങ്കിലും തലങ്ങളിൽ അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ഈ ക്ലീനിങ് ചെയ്യാൻ ഇതിനെല്ലാം ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ഈ കുടുംബശ്രീക്കാർ അവരെ ഒന്നും എന്താ പറയുക, കുടുംബശ്രീ പിന്നെന്തോ വേറൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെ ഒന്ന് ഏർപ്പെടുന്നത്. അവർക്ക് അവരുടേതായ പിടിപ്പത് ജോലിയുണ്ട്. ഇത് സെപ്പറേറ്റ് ഒരു വിങ്ങായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. കാരണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ ലാൻഡും പ്രൊട്ടക്ഷനാവും. ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അവിടെ കുടിൽ കെട്ടി പിന്നെ അവസാനം കേസായി പോലീസായി കോടതിയായി ഇതെല്ലാം നമ്മുടെ സമയവും നമ്മുടെ വടികൾ വേസ്റ്റ് ഓഫ് മണിയുമാകുന്നു. ഗവൺമെൻറ്റിന് ഒരുപാട് നഷ്ടം വരുത്തിച്ച് വയ്ക്കുക. അപ്പോൾ ഈ നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഈ മന്ത്രിസഭ ഇതിനെക്കുറിച്ചൊന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ഇങ്ങനെ ഒരുപാട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളുണ്ട്. അത് സാധീകരിക്കുന്ന രീതിയിൽ അതിനൊരു സംവിധാനം കൊടുത്ത് ആ ജോബ് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനും ഇൻട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ അവരൊക്കെ അതിന് വേണ്ട ആൾക്കാരെ കണ്ടെത്തി വേണ്ട രീതി. അല്ലാതെ ഒരു വീടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ മരിച്ചു കാണും, മരണപ്പെട്ട് കാണും, അറിയില്ല. അപ്പോൾ ആ വീടിൻ്റെ എല്ലാ വിവരങ്ങളും ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടാകണം. ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത്. ഇവർ ടാക്സ് അടയ്ക്കാൻ വേണ്ടി വരുമല്ലോ, അപ്പോഴായിരുന്നാലും അവർക്കൊരു ക്ലിയറൻസ് കൊടുത്തിരിക്കണം. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. UDF ഗവൺമെൻറ് ഇതൊന്ന് ശ്രദ്ധയിൽ എടുക്കണം. രണ്ടാമത് ഏറ്റവും പ്രധാനം, നിങ്ങളുടെ വീട്ടിൻ്റെ മുൻവശം ആ കാമ്പൗണ്ടും നിങ്ങളുടെ ഗേറ്റും നിങ്ങൾ വൃത്തിയാക്കിയിരിക്കണം. അവിടെ ചെടികൾ വെച്ച് വെള്ളം നനച്ച് ഇതെല്ലാം ക്ലിയർ ആക്കുക. പിന്നെ ചില വീടുകളിൽ അവരുടെ മുന്നിൽ വലിയൊരു വൃക്ഷം നിർത്തും, അതിൻ്റെ ഇല ഇപ്പുറത്ത് വന്ന് വീഴും, ഇപ്പുറത്തെ കാമ്പൗണ്ടിൽ വീഴും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനങ്ങൾക്ക് ഒന്ന് നോക്കുക. അതിന് മരം വെട്ടിക്കളയണമെന്ന് പറയും. അല്ല, ഒന്ന് അടിച്ചു വാരിക്കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. പിന്നെ അതിനൊരു ഇഷ്യൂ ആക്കി അത് പോലീസ് കേസൊക്കെ ആകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ഇത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് ഇടവഴികൾ. ഒരു വീടിൽ നിന്ന് അടുത്ത വഴി വളരെ ഇടുങ്ങിയ വഴികളാണ്. അവർക്ക് ആ വഴികൾ കുഴിയും കുണ്ടും പലതായിട്ട് വൃത്തിയായും പല ഇലകളും വന്ന് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി വയ്ക്കണം. അപ്പോൾ ഇതൊക്കെ ഈ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഒബ്സർവേഷൻ ഉണ്ടാകേണ്ട ആവശ്യമാണ്. എല്ലാം പബ്ലിക് അവർ സ്വയം ചെയ്യുമെന്ന് വിചാരിച്ച് അങ്ങനെയല്ല. അപ്പോൾ വീട്ടുകാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഇനി വീട്ടിൽ താമസിക്കുന്ന ആ കോമ്പൗണ്ടിലും ചെടി പടലങ്ങളോ ഇങ്ങനെയൊക്കെയുള്ള കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ 100% അവരോട് പറയണം, നിങ്ങളിത് ക്ലീൻ ആക്കണില്ല. പാമ്പ് ധരിക്കുക, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് ചിലപ്പോൾ മരുന്ന് കാണത്തില്ല, ചിലപ്പോൾ സമയം തെളിച്ച് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം, ഊന്നൽ കൊടുക്കണം. എങ്കിൽ മാത്രമേ സുരക്ഷിതമായും സമാധാനപരമായും ശുചിത്വത്തോടും കൂടി നമുക്ക് ജീവിക്കാൻ പറ്റൂ.
ഒരു വീട് പോലും ലൈറ്റില്ലാത്ത വീട് അവിടെ കാണരുത്. അതിന് ഓണറെ കണ്ടെത്തണം, അതിൻ്റെ സംവിധാനം ഉണ്ടാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാകും. നമുക്ക് ഒരു സിറ്റിസൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയില്ല. ഇതിനെ ഒന്ന് സീരിയസായി കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒന്ന് കണ്ടാൽ ഉപകാരമായിരിക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.